കരൾ രോഗം അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടുന്ന പോലെ ഫാറ്റി ലിവർ. എങ്ങനെ ഈ ഫാറ്റി ലിവർ വരുന്നു? നമ്മൾ അമിതമായി കഴിക്കുന്ന ആഹാരം, ഈ ആഹാരത്തിലുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ലിവറാണ് ഇതിനെ ഗ്ലൈക്കോജനായിട്ട് മാറ്റുന്നത്. ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് മാറുമ്പോൾ ഈ ബാക്കി വരുന്ന ഗ്ലൂക്കോസ് നമ്മളെ കരളിൽ കൊഴുപ്പായിട്ട് അടിച്ച് ചേരും. ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയപ്പെടുന്ന ഒരിതാണ്. അതേസമയം അമിതമായിട്ട് ആൽക്കഹോൾ പോലത്തെ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് കാരണം വരുന്ന ഈ കൊഴുപ്പടിയലിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ, അതായത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ പോലത്തെ രോഗം എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ വരുമ്പം ഇനിഷ്യലായിട്ട് അത് നമ്മൾ പരിശോധിച്ചില്ലെങ്കിൽ അത് പിന്നീട് അതൊരു ഫൈബ്രോസിസ് ആയിട്ടോ ഇല്ല ഒരു സിറോസിസ് ആയിട്ടോ മരണം വരാനുള്ള സാധ്യതകൾ കൂടെ കാരണമാകാം. ഈ ഫാറ്റി ലിവർ വരുന്നവർ എങ്ങനെ അറിയാൻ പറ്റും? ഇവർക്ക് ഈ ദഹനത്തിന്റെ പ്രശ്നം കൂടുതലുണ്ടാവും, പിന്നെ ഈ ബ്ലോട്ടിങ് പോലത്തത് ഉണ്ടാവും, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മൂത്രത്തിൽ അമിതമായി മഞ്ഞ കളർ പോകുന്നത്, പിന്നെ ഈ കണ്ണിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ കളർ വരുന്നത്, ക്ഷീണം, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഉണ്ടാവാം. അപ്പം നമ്മൾ കറക്റ്റായി ഒരു ഡോക്ടറെ അടുത്ത് പോയി അതിനാവശ്യമുള്ള ടെസ്റ്റുകൾ എടുത്ത്, ഇല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് അത് ഏത് സ്ഥിതിയിലാണ് ഉള്ളതെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. ഫാറ്റി ലിവർ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാതിരിക്കാം? വൈറ്റ് ഷുഗർ, അതാ പഞ്ചസാര, ഇല്ലെങ്കിൽ മൈദ, ഈ എണ്ണ പലഹാരങ്ങൾ, എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ, ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഫിഷ് പോലത്തെ ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം, പക്ഷേ കൂടുതലും പൊരിച്ച് കഴിക്കാതെ സൂക്ഷിക്കുക. ആൽക്കഹോൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഷുഗറി ഡ്രിങ്ക്സ് മുതലായവ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷെ ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് കഴിക്കാതിരിക്കുക. ഏത് കരൾ രോഗമായാലും കൃത്യമായ ഒരു ഡോക്ടറെ കാണുക, അതിനാവശ്യമുള്ള നടപടികൾ ചെയ്യുക. മരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുക, രോഗം മാറാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാത്രമല്ല വിശ്രമം, നിങ്ങളുടെ കരളിനും വിശ്രമമാകാം.